റാങ്കിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്പ് 1ൻ്റെ ക്വസ്റ്റ്യൻസ് ക്ലാസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കാണാത്തവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There are 10 people in a row. Harini is 8 from left. Then what is the position of Harini from right? എന്താണ് ക്വസ്റ്റ്യൻ? 10 പീപ്പിൾ ഉണ്ട്, അതായത് റോയിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ തന്നിട്ടുണ്ട്. ടോട്ടൽ 10 പീപ്പിളാണ് ആ റോയിൽ ഉള്ളത്. അപ്പോൾ ഹരിണി എന്ന കുട്ടിയുടെ എന്താണ് പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 8ാമതാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റിൽ നിന്ന് എത്രാമതാണ് പൊസിഷൻ എന്നാണ് നമുക്ക് നോക്കുന്നത്. ജസ്റ്റ് നമുക്കിതൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് 8 എന്ന് പറയുമ്പോൾ 1 2 3 4 ഇതാണ് ലെഫ്റ്റിൽ നിന്ന് 8 ആണ് ഹരിണിയുടെ പൊസിഷൻ. ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 10 ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് എന്ത് എഴുതാം നമുക്ക്? 9 10. അപ്പോൾ ടോട്ടൽ എന്തുണ്ട്? 10 കുട്ടികളുണ്ട്. ഹരിണിയുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 8 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹരിണിയുടെ പൊസിഷൻ ഫ്രം റൈറ്റ്. അത് റൈറ്റിൽ നിന്ന് ഹരിണി എത്രാമത്തെ പൊസിഷനിലാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എണ്ണി നോക്കിക്കേ. ഹരിണി 1 2 3. അപ്പോൾ റൈറ്റിൽ നിന്ന് 3rd പൊസിഷനിലാണ് ആരുള്ളത്? ഹരിണി ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, പക്ഷേ ലാർജ് നമ്പേഴ്സിൽ നമുക്ക് ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ട്രിക്കിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്? 10 ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടലിൽ നിന്ന് നമുക്ക് ഏത് പൊസിഷനാണോ തന്നേക്കുന്നത്, അത് ലെഫ്റ്റിൽ നിന്നാകാം, റൈറ്റിൽ നിന്നാകാം, അല്ലെങ്കിൽ ടോപ്പിൽ നിന്നോ ബോട്ടത്തിൽ നിന്നോ എന്ത് വേണമെങ്കിലും ആകാം. തന്നിരിക്കുന്ന പൊസിഷൻ ടോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 10 - 8 എത്ര കിട്ടുന്നത്? 2 കിട്ടും. ആ നമ്പറിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് പൊസിഷൻ കിട്ടും. അതായത് ടോട്ടലിൽ നിന്ന് തന്നിരിക്കുന്ന പൊസിഷൻ മൈനസ് ചെയ്യുക, ആ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ 2ാമത്തെ പൊസിഷൻ ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയതുപോലെ ഹരിണിയുടെ പൊസിഷൻ 3rd ആണെന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a row there are 40 people. Raja is 10th from top. Then what is his rank from bottom? അതായത് ഒരു റോയിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ 40 പീപ്പിൾ, അതായത് 40 പേരാണ് ആ ടോട്ടൽ ഉള്ളത്. രാജ എന്ന കുട്ടിയുടെ പൊസിഷൻ ടോപ്പിൽ നിന്ന് 10th ആണ്. അതായത് ടോപ്പിൽ നിന്ന് ആ കുട്ടിയുടെ പൊസിഷൻ 10th ആണെങ്കിൽ ബോട്ടത്തിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ എത്രാമതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ്. അപ്പോൾ ടോട്ടൽ 40 ആണ്. ആ 40യിൽ നിന്ന് നമ്മൾ എന്ത് പറഞ്ഞു? തന്നിരിക്കുന്ന പൊസിഷൻ മൈനസ് ചെയ്യുക. ഇവിടെ പൊസിഷൻ തന്നിരിക്കുന്നത് എത്രയാണ്? 10. അപ്പോൾ തന്നിരിക്കുന്ന പൊസിഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 30 കിട്ടി. ഇതിൻ്റെ കൂടെ അതായത് നമ്മൾ ടോട്ടലിൽ നിന്ന് തന്നിരിക്കുന്ന പൊസിഷൻ മൈനസ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ 30യുടെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 31 എന്ന് കിട്ടി. അപ്പോൾ ബോട്ടം പൊസിഷനിൽ നിന്ന് രാജ എന്ന കുട്ടിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31 ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇൻ എ റോ there are 50 people. രാഹുൽ is 23rd from top. Then what is the rank from bottom? അതായത് ടോട്ടൽ തന്നിട്ടുണ്ട്, ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാവരും ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.